വാടോ, നമുക്കൊന്ന് കുറച്ച് വർക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് കുറച്ചൊരു ബിസി ഡേ ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്തൊരു കേക്ക് എന്നാണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ തന്നെ ഫസ്റ്റിൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ അത് കുറച്ച് നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു ഡ്രീം കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നേ. ഒരു 1/2 kg ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെതും ഏകദേശം നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എല്ലാത്തിൻ്റെയും ക്രം കോട്ട് അടിച്ച് ഫൈനൽ സെറ്റാക്കി 1 by 1 ആയിട്ട് തുടങ്ങുകയല്ലേ പരിപാടി. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പോലെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പാസ്ട്രി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഫ്ലേവർ നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 32 പീസസ് വരുന്നൊരു പാസ്ട്രി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ടോൾ കേക്കിലേക്ക് വരാം. ടോൾ കേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു 1 kg ടോളാക്കി ചെയ്തത് ഏതായിരുന്നു, റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബോയിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റിൽ. ദെൻ കുറച്ച് കുട്ടി കുട്ടി സ്റ്റാർസ് വെച്ചു. ദെൻ 1 എന്ന് പറയുന്നൊരു ടോപ്പറും കൂടെ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ലുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ദെൻ ബ്ലൂ ആൻഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തീമിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർസും അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ വർക്കൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പോപ്പും പാസ്ട്രിയും അതേപോലെ തന്നെ നമ്മളെ കേക്കും. ഇനിയുള്ളത് ഒരു 250 ഗ്രാം വരുന്ന ഒരു കുഞ്ഞ് കേക്കായിരുന്നു കേട്ടോ. ഫ്ലേവർ നമ്മൾ തണ്ടർ കോക്കനട്ട് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ബർത്ത്ഡേ പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു. ദെൻ അതിൽ നമ്മൾ ആ ഒരു ഒതൻറ്റിക് ഡിസൈൻ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് ഒരു കട്ടിങ്സ്, ടെൻഡറിൻ്റെ ഒരു കുറച്ച് കട്ടിങ്സ് കൊടുത്തു. റൗണ്ടായിട്ടായിരുന്നു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിൽ ആ ഒരു പോർഷൻ ഒന്ന് സെറ്റാക്കി എടുത്താണ്. ദെൻ മിഡിലായിട്ട് നമ്മൾ ആ ഒരു തണ്ടറിൻ്റെ തന്നെ മിക്സാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ആ ലുക്കൊന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ റൈറ്റിംഗ് കൂടെ കൊടുക്കണം. അത് കൊടുക്കാനായിട്ടില്ല കേട്ടോ. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു പണിയും കൂടെ സെറ്റാക്കാനുണ്ട്. നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു പൗഡർ ഡസ്റ്റ് ചെയ്യുന്നത്, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നത്. ഫൈനൽ പ്രോസസ്സാണ് രണ്ടിൻ്റെതും. ജസ്റ്റ് അവർ പറഞ്ഞ റൈറ്റിംഗ് കൂടെ ഒന്ന് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ നമ്മൾ ആ ഒരു റൈറ്റിംഗ് കൊടുത്തു. ദെൻ അതേപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കുഞ്ഞി വർക്കും ഇങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് ഹാർട്ട്, കുട്ടി കുട്ടി ഹാർട്ട്സും കൂടെ ഒന്ന് വെച്ചിട്ട് ഡ്രീം കേക്കിൻ്റെ ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലും ജസ്റ്റ് മിനിമൽ ഈ ഒരു വർക്ക് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതും സെറ്റാക്കി എടുത്തു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളുടെ പ്രൊഡക്ഷൻ മാനേജർക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മളുടെ അമ്മയുടെ ഷോപ്പിലുള്ളൊരു അവിടുത്തെ മാനേജർക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ ആദ്യം ക്രീം കൊണ്ടൊന്ന് ജസ്റ്റ് ചെയ്തപ്പം അതൊന്നും മെനക്കി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെയും നമ്മൾ സെറ്റാക്കി എടുത്തു. ഒന്നാമതെന്ന് വെച്ചാൽ ഈ ക്രീം കൊണ്ടുള്ള കളി എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെന്താ, ഫോണ്ടനോടാണോ താല്പര്യം അങ്ങനെ ചോദിച്ചാൽ അതിനോടും താല്പര്യക്കേടില്ല, എന്നാലും ചെറിയ താല്പര്യക്കുറവുണ്ട്. പിന്നെയെന്ന് പറയാൻ ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനോടാണോ അത് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയും കേട്ടോ, അതിനോട് ചെറിയൊരു താല്പര്യം കൂടുതലാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് അങ്ങ് എത്തും. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ പരിപാടി ഏകദേശം സെറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ബോർഡർ പോലെ ഒന്ന് ജസ്റ്റ് ക്രീം കൊണ്ട് സെറ്റാക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് ഇങ്ങനെയായി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തോ കണ്ടപ്പം നൈസായിട്ട് തോന്നി. അതവിടെ കിടക്കട്ടെ. പിന്നെ നമ്മൾ ഒരു കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ച് സെറ്റാക്കി. അതിന് മുന്നേ നമ്മൾ റൈറ്റിംഗ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളത്തിലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എങ്ങനെയോ സെറ്റാക്കി എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലാക്കി വെച്ചു. പിന്നെ കുറച്ചൊരു ലീഫ്, ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ, അതൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അതൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ്. കളറ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ അഭിപ്രായം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തിടെ കാണാം.